ഇത് നമുക്ക് സിമ്പിളായിട്ട് ഒരു സേമിയ പായസം തയ്യാറാക്കി എടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽട്ടാവുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. നമുക്ക് സൈഡിലോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ നെയ്യിലോട്ടേക്ക് തന്നെ നമുക്ക് സേമിയം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് റോസ്റ്റ് ചെയ്ത സേമിയ ആണെങ്കിൽ കൂടി ഒരു 5 മിനിറ്റ് നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് ഞാനിവിടെ ഓൾറെഡി തിളപ്പിച്ചിട്ടുള്ള പാലാണ്. അത് പാക്കറ്റ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. സേമിയ ഒട്ടും കട്ടിയില്ലാതെ ഇരിക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ പെട്ടെന്ന് നല്ല നേർത്ത സേമിയ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ചതിന് ശേഷം മാത്രം, അതായത് സേമിയ പകുതി കുക്കായതിന് ശേഷം മാത്രം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 1.5 കപ്പോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയും എല്ലാ സേമിയയും പാലും കൂടി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ലാസ്റ്റായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുക. ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ടുള്ള വളരെ 5 മിനിറ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാൽപ്പായസം, അതായത് സേമിയ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.